എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൻപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ വൻപയർ കറി എങ്ങനെ വെക്കാം എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ എനിക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് പയറാണ്. ഏകദേശം 150 ഗ്രാം പയറുണ്ടിത്. ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ പയർ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കറി വെക്കാൻ. ഇതിൽ കല്ലൊക്കെ ഉള്ളതാണ്. അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ ആ കല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിവിടെ നിന്നൊന്ന് വേകട്ടെ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചതും ഒരു 3 ഗ്രാമ്പൂവും ഇടുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി നമുക്കിത് വെന്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് അല്പം ലോ ആക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിയാം. ഒരുപാടൊന്നുമില്ല. ഒരു തക്കാളി പഴുത്തത്, ഒരു 6 കൊച്ചുള്ളി, ചെറിയൊരു സവോള, 3 പച്ചമുളക്. ഇത്രയുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന പയർ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പയർ ഒരു പകുതി വേവാകുമ്പോഴേ ഉപ്പിടാവുള്ളൂ, ഇല്ലെങ്കിൽ പയർ കല്ലിച്ചു പോകും. ഞാനിത് കുക്കറിലല്ല വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കുക്കറിലാണെങ്കിൽ നമുക്ക് സമം വെക്കാം, ഒറ്റ വിസിലിൽ അത് വേവുകയും ചെയ്യും. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറേ സ്പൈസസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വിട്ടുപോയിട്ടുണ്ട് വീഡിയോയിൽ. അത് ഞാൻ എടുത്തിരുന്നത് ഒരു ചെറിയ കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്ക, ഒരല്പം പെരുംജീരകം. ഇത്രയുമാണ് ഞാനിതിൽ ചേർത്തിരുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും പച്ചമുളക് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർക്കാം. ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് കറിവേപ്പിലയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാനൊരല്പം കറിവേപ്പിലയെ ചേർത്തിട്ടുള്ളൂ. ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇത് പെട്ടെന്ന് വഴന്നു വരുന്നതിനാണ് ഈ സമയം ഉപ്പ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം.
ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ അരപ്പൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ സമയം കൂടുതൽ വെള്ളം ചേർക്കണം. ഇതിനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. എനിക്കൊരല്പം ഉപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ബീഫ് കറിയുടെ അതേ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരല്പം കറിവേപ്പില ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ വെന്ത് വെച്ചിരുന്ന പയർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ബീഫ് കറി മാറ്റി വെച്ചിട്ട് നമ്മൾ ചോറുണ്ണും. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പയർ ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വേകട്ടെ. ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്കൊരു ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ സ്പൈസസ് ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക.
എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും എന്നെ അറിയിക്കണം. കറി ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഒന്നാന്തരം കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.